ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അബ്ബാ പിതാവേ, അവിടുത്തെ തിരുമാറിൽ ചേർന്നിരുന്ന് ജീവന്റെ വചനം പ്രഘോഷിക്കാൻ ഏറ്റവും അയോഗ്യനും ബലഹീനനുമായ എന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തനാക്കണമേ. ഞാൻ തീർത്തും അയോഗ്യനും ബലഹീനനും പാപിയുമാണെന്ന് ഏറ്റുപറയുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധ പുത്രന്റെ പരിശുദ്ധ തിരുരക്തത്താൽ അമ്മ മാതാവേ, എന്നെ പൂർണ്ണമായും ഈശോയുടെ രക്തത്താൽ കഴുകി വെണ്മയുള്ളതാക്കണമേ. ബോധബുദ്ധി മനസ്സുകളെ, ബോധമനസ്സിനെ, ഉപബോധ മനസ്സിനെ, അബോധ മനസ്സിനെ, ചിന്തകളെ, വിചാരവികാരങ്ങളെ, ഭാവനകളെ, പൂർണ്ണ അസ്തിത്വത്തെ, പഞ്ചേന്ദ്രിയത്തെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വെണ്മയുള്ളതാക്കണമേ. അബ്ബാ പിതാവേ, അവിടുത്തെ പരിശുദ്ധ പുത്രന്റെ ആണിപ്പഴുതുള്ള പരിശുദ്ധ തൃപ്പാദത്തങ്കിൽ ഏറ്റവും പാപിയും ബലഹീനനുമായി എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നാഥാ, നിന്റെ പരിശുദ്ധ വചനം പറയാൻ ഒരു യോഗ്യതയുമില്ല കർത്താവേ. എങ്കിലും നിന്റെ അനന്ത കരുണ കർത്താവേ, പാപികളെ തേടി വന്ന നല്ല ഇടയാ, നീ തേടി വന്ന ആ പാപി ഞാനുമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവെ, നിന്റെ വചനത്തിന്റെ തൃപ്പാദത്തിൽ എന്നെ സമർപ്പിക്കുന്നു. ഈശോയെ, ലോകാരംഭം മുതൽ ഇന്നുവരെ കർത്താവിന്റെ സത്യസുവിശേഷം പ്രഘോഷിച്ച എല്ലാ വിശുദ്ധരായ നീതിമാന്മാരുടെയും വേദപാരംഗതന്മാരുടെയും കർത്താവെ, വലിയ സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, അവിടുത്തെ പരിശുദ്ധ പുത്രനായ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നൽകണമേ. 12 വിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരുടെ വലിയ മാധ്യസ്ഥവും സംരക്ഷണവും കൂട്ടും ഞങ്ങൾക്ക് നൽകണമേ. 12 വിശുദ്ധരായ അപ്പോസ്തലന്മാരുടെയും വിശുദ്ധ പൗലോസ്ലീഹായുടെയും വലിയ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. അബ്ബാ പിതാവേ, പൂർവ്വപിതാക്കന്മാരായ സകല രാജാക്കന്മാരുടെയും വിശുദ്ധരായ രാജാക്കന്മാരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ ദാവീദ് രാജാവിന്റെയും വിശുദ്ധ ഏലിയ എലീഷ പ്രവാചകന്മാരുടെയും വിശുദ്ധ ജെറമിയ പ്രവാചകന്റെയും വിശുദ്ധ ഹബക്കൂക്ക് പ്രവാചകന്റെയും വിശുദ്ധ എസെക്കിയേൽ പ്രവാചകന്റെയും വലിയ മാധ്യസ്ഥം യാചിക്കുന്നു. അബ്ബാ, വിശുദ്ധ മോശ പ്രവാചകന്റെ വലിയ മാധ്യസ്ഥം നൽകണമേ. വിശുദ്ധ അബ്രഹാം പിതാവിന്റെയും വിശുദ്ധ നോഹ പ്രവാചകന്റെയും വലിയ മാധ്യസ്ഥം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്റെ കർത്താവെ, പൂർവ്വപിതാവായ വിശുദ്ധ ജോസഫിന്റെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധ കരങ്ങളാൽ സുഖമാക്കപ്പെട്ട സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ തിരുനാമത്തെ പ്രതി രക്തസാക്ഷികളായി തീർന്ന സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ മർത്തസ് മുനി അമ്മയും 7 മക്കളുടെയും വലിയ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. അബ്ബാ പിതാവേ, നിന്റെ ആണിപ്പഴുതുള്ള പരിശുദ്ധ കരം, നിന്റെ പരിശുദ്ധ പുത്രന്റെ ആണിപ്പഴുതുള്ള പരിശുദ്ധ കരം നീ നീട്ടണമേ. അപ്പസ്തോല പ്രവർത്തനം 4:30 വലിയ കൃപയും അഭിഷേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധ വചനത്താൽ മുദ്ര ചെയ്യണമേ. സക്കറിയ 2:5 വചനത്താലും 2:8 വചനത്താലും ജോബ് 1:10 വചനത്താലും സങ്കീർത്തനം 94:34 ഈശോയെ, സങ്കീർത്തനം 147:13 വചനത്തിന്റെ കോട്ടയ്ക്കുള്ളിലാക്കി ഞങ്ങളെല്ലാവരെയും ഈശോ നിന്റെ പരിശുദ്ധ രക്തത്താൽ എഫേസ് 1:7 1 യോഹന്നാൻ 1:7 മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, ഉൽപ്പത്തി 4:5 വചനവും ഉൽപ്പത്തി 3:15 വചനവും യെശയ്യാ 27:1 വചനവും മത്തായി സുവിശേഷം 27:40-56 വചനവും ജ്ഞാനം 18:16 വചനവും ജ്ഞാനം 2:24 വചനവും ഈശോയെ, ഞങ്ങൾക്ക് കാവലും കോട്ടയായി നിൽക്കണമേ. ഉൽപ്പത്തി 3:24 വചനത്തിന്റെ വലിയ സംരക്ഷണം നൽകണമേ. വെളിപാട് 11:5 വചനത്തിന്റെ വലിയ സംരക്ഷണം കാവലും കോട്ടയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരും മാലാഖമാരും സ്വർഗീയ വൃന്ദങ്ങൾ മുഴുവൻ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, ഇന്നത്തെ ഈ പരിശുദ്ധ ശുശ്രൂഷയിൽ കർത്താവെ, നിന്റെ സ്നേഹമുള്ള കരം കർത്താവെ, രോഗികളോട് ഒത്തിരിയേറെ അനുകമ്പയും സ്നേഹമുള്ള ഈശോയെ, രോഗികളെപ്പോഴും രോഗാതുരെയും പീഡിതരെയും അലിവോടെ കടാക്ഷിക്കുകയും അവരെ എപ്പോഴും സൗഖ്യമാക്കുകയും ചെയ്യുന്ന ഈശോയുടെ സൗഖ്യദായമായ കരം ഇന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഒരുപാട് രോഗികളുണ്ട്. കർത്താവെ, ഞങ്ങളെല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതരത്തിലുള്ള രോഗപീഠകളാൽ ബന്ധിതരാണ്. കർത്താവെ, മരണഭയം ഞങ്ങളെ പലരെയും അലട്ടുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാനാവാത്ത വിധം ചിന്തകൾ കാടുകയറി പോകുന്നു. കർത്താവെ, മുറിവേറ്റ മനസ്സുള്ളവരാണ്. പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറഞ്ഞു, ശരീരത്തിൽ പീഡയേറ്റവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. എന്നാൽ കർത്താവെ, മനസ്സിൽ പീഡയേറ്റവൻ പാപത്തോട് വിട വാങ്ങുന്നില്ലല്ലോ. ശരീരത്തിൽ പീഡയേറ്റവൻ പാപത്തോട് വിട വാങ്ങുന്നു എന്ന് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ശരീരത്തിലേറ്റ പീഡയേക്കാൾ ഏറെ മനസ്സിൽ മുറിവേറ്റവരാണ്. മനസ്സിൽ മുറിവേറ്റവൻ പലപ്പോഴും പാപത്തോട് വിട വാങ്ങുന്നില്ല.
മുറിഞ്ഞ മനസ്സുള്ളവൻ പലപ്പോഴും വൈകൃതമായ സ്വഭാവത്തിലേക്ക്, പെരുമാറ്റ രീതികളിലേക്കെല്ലാം പോയി വലിയ വലിയ പാപത്തിലേക്കും തിന്മകളിലേക്കും വീഴുന്നവരാണ് കർത്താവെ. ആകയാൽ ഒത്തിരിയേറെ മുറിവേറ്റ മനസ്സുള്ള മക്കളാണ് കർത്താവെ കൂട്ടായ്മയിൽ ഇരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് സൗഖ്യം വേണം, ഞങ്ങൾ രോഗികളാണ് കർത്താവെ. ഈശോയെ, നിന്റെ ആണിപ്പഴുതുള്ള പരിശുദ്ധ കരം ഇന്ന് നീട്ടണമേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, രോഗബാധിതമായ ഞങ്ങളുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ഈശോ നിന്റെ ആണിപ്പഴുത കരം വെക്കണം കർത്താവെ. നിന്റെ ആണിപ്പഴുതുള്ള പരിശുദ്ധമായ കരങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ വെക്കണം. ഞങ്ങളുടെ മനസ്സിനെ തൊടണം, ഞങ്ങളുടെ ആത്മാവിനെ സൗഖ്യമാക്കണം കർത്താവെ. ഞങ്ങൾ മുറിപ്പെട്ടവരാണല്ലോ ഈശോയെ. എന്നാലും കർത്താവെ, നിന്റെ കരുണ തേടി ഞങ്ങളിതാ ഈ പരിശുദ്ധ ദിവസം, ഈ സാബത്ത് ദിവസം ഞങ്ങൾ നിന്റെ തൃപ്പാദങ്ങൾ വന്നിരിക്കുന്നു, നിന്റെ വചനം കേൾക്കാൻ. നിന്റെ വചനം സൗഖ്യം നൽകുന്നതാണ്, എല്ലാത്തിനെയും പുതുക്കി പണിയുന്നതാണ്, എല്ലാത്തിനെയും നവീകരിക്കുന്നതാണ്, ജീവൻ നൽകുന്നതാണ്, സൃഷ്ടിക്കുന്നതാണ് നിന്റെ വചനം. എബ്രായർ 4:12 വചനം കർത്താവെ ഞങ്ങൾ ഏറ്റുചൊല്ലട്ടെ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. അത് ഞങ്ങളുടെ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും കടന്നു വന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കാനും ഞങ്ങളെ വിശുദ്ധീകരിക്കാനും പുതുക്കിപ്പണിയാനും ഞങ്ങൾക്ക് സൗഖ്യം നൽകാനും കഴിവുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഏറ്റുപറയുന്നു ഈശോയെ. വിശുദ്ധരായ അപ്പസ്തലന്മാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഞങ്ങൾ അല്പവിശ്വാസികളാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ, നീ എവിടെയെല്ലാം രോഗസൗഖ്യം നൽകിയിട്ടുണ്ടോ അപ്പോഴെല്ലാം നീ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നോ? ഈശോയെ, ആ ചോദ്യം നീ ഇപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിന്റെ തിരുവചനം കടന്നു വരുമ്പോൾ ഇത് ചെയ്യാൻ, നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് ഏറ്റുപറയണം, എന്റെ ഈശോയുടെ വചനം എന്നെ സൗഖ്യമാക്കാൻ മതിയായതാണ്. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന് ഈശോയെ മർക്കോസ് സുവിശേഷം 9:23 ആ പിശാച് ബാധിതനായ ബാലന്റെ പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം കർത്താവെ. ഞാൻ അല്പവിശ്വാസിയാണ്, നീക്കിത് ചെയ്യാൻ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ അങ്ങേക്ക് കഴിയും കർത്താവെ. ഞാൻ ഒത്തിരി മുറിപ്പെട്ടവനാണ് കർത്താവെ. എന്റെ മനസ്സാകെ തകർന്നിരിക്കുന്നു, എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ ജീവിതമാകെ വ്യഗ്രതയിലായിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബത്തിൽ സമാധാനമില്ല, സ്നേഹമില്ല കർത്താവെ. രോഗപീഠകളെല്ലാം എന്നെ അലട്ടുന്നുണ്ടല്ലോ ഈശോയെ. കർത്താവെ, നിന്റെ ഈ പരിശുദ്ധ ദിനം, സാബത്ത് ദിനം കർത്താവെ, അത് ആചരിക്കുമ്പോൾ നീ എത്രയോ വലിയ വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. സഖ്യദായനായ കർത്താവെ, ദൂരങ്ങൾക്കോ കാലങ്ങൾക്കോ സമയങ്ങൾക്കോ അതീതനായവനെ, നിന്റെ ജീവന്റെ വചനം കർത്താവെ, നീ വചനം ദൈവമാണ്, വചനം യേശു ക്രിസ്തുവാണ്, വചനം തന്നെയാണ് സകലം സൃഷ്ടി ചെയ്ത ദൈവം കർത്താവെ. ജീവന്റെ വചനം കടന്നു വരുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണം. നിന്റെ ആണിപ്പഴുതുള്ള കരം ഇന്ന് നീട്ടണം കർത്താവെ. പിതാവെ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നതെല്ലാം ഈശോ രോഗികളോട് അനുകമ്പയുള്ള കർത്താവ്, തന്റെ സൃഷ്ടികളോട് അനുകമ്പയുള്ള കർത്താവ്, വേദനിക്കുന്നവരോട് അനുകമ്പയുള്ള കർത്താവ്, കരയുന്നവരോടൊപ്പം കരയുന്ന കർത്താവിനെയാണ് നമ്മൾ ഇന്ന് കാണുക. ആ കരയുന്ന കർത്താവിനെ, അനുകമ്പയുള്ള കർത്താവിന്റെ ജീവന്റെ വചനം കർത്താവെ ഞങ്ങളിലേക്ക് കടന്നു വരണം. കർത്താവെ, അങ്ങ് ലാസറിന്റെ കുഴിമാടത്തിൽ വന്നു നിന്ന് നാറ്റം വെച്ചിരുന്നു. 4 ദിവസമായിരുന്നു. മാതാ പറഞ്ഞു, കർത്താവെ, മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ആ നാറ്റം വെച്ചിരിക്കുന്ന ചീഞ്ഞഴുകിയ ലാസറിന്റെ കുഴിമാടത്തിൽ വന്നെന്ന് അവിടുന്ന് പറഞ്ഞു, ലാസറെ, നീ പുറത്തു വരിക എന്ന് പറഞ്ഞു. കർത്താവെ, ചീഞ്ഞഴുകിയ ലാസറിന്റെ കുഴിമാടത്തിൽ നിന്ന് ലാസറെ, നീ പുറത്തു വരിക എന്ന നിന്റെ ജീവന്റെ ശബ്ദം, ആജ്ഞയുടെ ശബ്ദം കടന്നു വന്നപ്പോൾ കർത്താവെ, കെട്ടുകൾ അഴിഞ്ഞ് മൃതനായിരുന്നവൻ, മരിച്ചഴുകി 4 ദിവസമായ ദുർഗന്ധം വമിക്കുന്നവൻ ജീവനുള്ളവനായി കടന്നു വന്നല്ലോ കർത്താവെ. അങ്ങയുടെ ആജ്ഞയുള്ള വചനം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണെന്ന വചനത്തിന്റെ അഭിഷേകത്താലും കൃപയാലും കർത്താവെ, സർവ്വം സൃഷ്ടിക്കുന്ന കർത്താവിന്റെ വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവെ. അയോഗ്യനായ എന്റെയും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ വലിയ കെട്ടുകൾ, വലിയ രോഗബാധകൾ കർത്താവെ, മുറിവുകൾ അങ്ങ് സൗഖ്യമാക്കണമേ. മനസ്സിന്റെ മുറിവ് അങ്ങ് ഉണക്കണമേ കർത്താവെ. വിണതമായ ഹൃദയത്തെ അങ്ങ് ഉണക്കണമേ കർത്താവെ. രോഗബാധിതമായ ശരീരത്തിലെ ഓരോ മുറിവുകളും ഓരോ രോഗങ്ങളും അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സ്നേഹസ്പർശമായ വചനങ്ങളെ കർത്താവെ, സൗഖ്യം നൽകുന്ന ജീവന്റെ വചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കുഷ്ഠരോഗിയെ സുഖപ്പെടുന്ന ഈശോയെ കാണാം. നമ്മൾ ഇന്ന് മത്തായി സുവിശേഷം 8-ാം അധ്യായം ധ്യാനിക്കുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. യേശു മലയിൽ നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും.
യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഒരു കുഷ്ഠരോഗി ഈശോയുടെ താണുവെന്ന് പറഞ്ഞു, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഈശോ ആ കുഷ്ഠരോഗിയെ പോലെ മനസ്സും ശരീരവും എല്ലാം വ്രണതമായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ നേരെ കരങ്ങൾ നീട്ടുന്നു. കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ആ കുഷ്ഠരോഗിയോട് ചേർന്ന് ഞാൻ പറയുന്നു. എന്റെ കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് കഴിയും. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകട്ടെ. കർത്താവെ, കാലത്തിനോ ദൂരത്തിനോ സമയത്തിനോ അതീതനായ കർത്താവെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലെ ആ തെരുവിൽ കർത്താവെ ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി അതേ കർത്താവ്, അതേ ഈശോ, അതേ ജീവന്റെ വചനം ഇതാ നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ കാതുകളിൽ വന്ന് സംസാരിക്കുന്നു, പറയുന്നു, എന്റെ കുഞ്ഞെ, നിന്നെ സുഖമാക്കാൻ, നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് മനസ്സുണ്ട്. ഈശോ, അങ്ങയുടെ ജീവന്റെ വചനം കടന്നു വരണം കർത്താവെ. ഞങ്ങൾ പലതരത്തിൽ വ്രണതരാണ് കർത്താവെ. ഞങ്ങളുടെ മനസ്സെല്ലാം പലപ്പോഴും ഒരു കുഷ്ഠരോഗിയെ പോലെ തന്നെ കുഷ്ഠം ബാധിച്ച മനസ്സാണ്. അശുദ്ധിയും വെറുപ്പും വിദ്വേഷവും കോപവും പകയും എല്ലാം നിറഞ്ഞ മനസ്സാണ്. മനസ്സിന് സൗഖ്യം കിട്ടുമ്പോൾ പലപ്പോഴും ശരീരത്തിന്റെ മിക്കവാറും രോഗങ്ങൾ സൗഖ്യമാകുന്നല്ലോ കർത്താവെ. അതുകൊണ്ട് ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം കടന്നു വരുന്നത് നമുക്ക് ഈ പരിശുദ്ധ വചനത്തെ ഓർത്ത് സൗഖ്യമാക്കുന്ന കർത്താവിന്റെ വലിയ കൃപയോർത്ത് നമുക്ക് ആയിരിക്കുന്നിടത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ശതാധിപന്റെ ഭക്തിനെ സുഖമാക്കുന്ന ഈശോയാണ് നമ്മൾ കാണുക. യേശു ഖബർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവേദിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. നോക്കുക, ശതാധിപൻ, സ്നേഹനിധിയായ ശതാധിപൻ തന്റെ ഭൃത്യന്റെ രോഗാവസ്ഥ മാറിക്കിട്ടാനായി, ഒരു അന്യജാതിക്കാരനായ ഒരു മനുഷ്യൻ തന്റെ ഭൃത്യന്റെ രോഗം സൗഖ്യമാക്കി കിട്ടാനായിട്ട് ഇതാ കർത്താവിനെ സമീപിക്കുന്നു. കർത്താവിനോട് പറയുന്നു, ഈശോയെ, നിനക്ക് എന്റെ ഭൃത്യനെ സുഖമാക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം, ഞാനത് വിശ്വസിക്കുന്നു. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഈശോയെ, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു വചനം കർത്താവെ കടന്നു വരണം. കർത്താവെ, ഞങ്ങളെ സൗഖ്യമാക്കാൻ നീ മതിയായവനാണ്. ജീവന്റെ വചനം, അതല്ലേ സങ്കീർത്തനം 107:20 നമ്മൾ ചൊല്ലിയത്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടെ നിന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ച്. കർത്താവെ, ഈ ജീവന്റെ വചനം കടന്നു വന്ന് ഞങ്ങളെ രോഗങ്ങളിലേക്ക്, രോഗാവസ്ഥയിലേക്ക്, സന്ധിബന്ധങ്ങളിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, ഹൃദയകോശങ്ങളിലേക്ക്, ഹൃദയഭിത്തികളിലേക്ക്, വാൽവുകളിലേക്ക്, കർത്താവെ, ഞങ്ങളുടെ ആന്തരികം ബാഹ്യമായ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക്, പഞ്ചേന്ദ്രിയങ്ങളിലേക്ക്, തലച്ചോറിലേക്ക്, കർത്താവെ, നെർവസിലേക്ക്, നെർവസ് സിസ്റ്റത്തിലേക്ക്, രക്തചംക്രമണം നടക്കുന്ന എല്ലാ നാഡീവ്യൂഹങ്ങളിലേക്ക്, രക്തധമനികളിലേക്ക് എല്ലാം ഈശോയുടെ ജീവന്റെ വചനം കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. നമുക്ക് സ്തുതിക്കാം. നോക്കൂ, നമ്മുടെ കർത്താവിന്റെ അനന്ത കരുണയോർത്ത് ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നോ, എന്റെ കർത്താവ് മതിയായവനാണ്. എന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ ഞാൻ ചിലപ്പോൾ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയായിരിക്കും. ഞാൻ ചിലപ്പോൾ ക്യാൻസർ ബാധ കൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരിക്കാം.
രോഗം നിന്നെ അത്രമാത്രം തളർത്തിയിട്ടുണ്ടായിരിക്കും. നിന്റെ ഹൃദയത്തിന്റെ വാൽവ് തകർന്നിരിക്കുകയായിരിക്കാം. നീ ഹാർട്ട് അറ്റാക്കിൽ വന്നും നീ മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലായിരിക്കാം. കുഞ്ഞെ, ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മളെ സൗഖ്യമാക്കുവാൻ സൗഖ്യദായകനായ ഈശോ മതിയായവനാണ്. അവന്റെ വചനം മതിയായതാണ്. വചനം ദൈവം തന്നെയാണ്, ജീവന്റെ വചനമാണ്. കർത്താവെയാകിയാൽ എബ്രായർ 4:12 വലിയ അഭിഷേകം ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വചനം, കർത്താവെ, അപ്പോസ്തല പ്രവർത്തനം 4:30 വലിയ അഭിഷേകവും കൃപയും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സങ്കീർത്തനം 103:3 വെളിപ്പെടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അപ്പാ, നീ സൗഖ്യം നൽകുന്നവനാണ്. കർത്താവെ, നിന്റെ കരുണയുള്ള കരത്തിന് കീഴിൽ കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ തൃപ്പാദങ്ങൾ ഞങ്ങളെ സമർപ്പിച്ച് സങ്കീർത്തനം 106:6 കൃപയിൽ നിന്നുകൊണ്ട്, ഏശയ്യാ 66:2 കൃപയിൽ നിന്നുകൊണ്ട്, ഈശോയെ, ലൂക്ക 1:38 ലൂക്ക 1:46 മുതൽ 56 വചനത്തിന്റെയും വലിയ അഭിഷേകത്തിലും കൃപയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സൗഖ്യദായകമായ കരം ഞങ്ങളുടെ മേൽ വെക്കണം. ഞങ്ങൾ രോഗികളാണ്, ഞങ്ങൾ ഒത്തിരി രോഗികളാണ്. കർത്താവെ, പ്രത്യാശ നഷ്ടപ്പെട്ടവരാണ്. ഈ രോഗം എന്നെ മരണത്തിൽ എത്തിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവരോട് കർത്താവിന്റെ ജീവന്റെ വചനം പറയുന്നു, കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട എന്ന് യെശയ്യാ 41:13 കർത്താവിന്റെ ജീവന്റെ വചനം നമ്മളോട് അരുളി ചെയ്യുന്നു. വീണ്ടും പത്രോസിന്റെ ഭവനത്തിൽ പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുന്ന ഈശോയാണ് നമ്മൾ കാണുക. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. നമ്മൾ കാണുന്നത് പത്രോസ്ലീഹായുടെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. പത്രോസ്ലീഹ ഇങ്ങനെ വലിയ ശുശ്രൂഷയൊക്കെ ചെയ്ത് വീട്ടുകാര്യങ്ങളൊന്നും വലിയ ശ്രദ്ധിക്കാതെ, മീൻ പിടിക്കാനൊന്നും പോകാതെ കർത്താവിന്റെ ശിഷ്യനായിട്ട് നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അമ്മായിമ്മയ്ക്ക് നീരസം ഉണ്ടാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചുമ്മാ കർത്താവ് കർത്താവ് എന്നും പറഞ്ഞ് നടക്കുന്നു, പണിയൊന്നും ഇല്ലാണ്ട് നടക്കുന്നു, സുവിശേഷ വേല എന്ന് പറഞ്ഞ് നടക്കുന്നു. അങ്ങനെ ഇത്തിരി നീരസത്തിലാണ് അമ്മായിമ്മ കിടക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ നീരസത്തിൽ കിടക്കുന്ന പത്രോസിന്റെ അമ്മായിമ്മ, പനി പിടിച്ച് കിടക്കുന്ന അമ്മായിമ്മയുടെ അടുത്തേക്ക് ഈശോ ചെല്ലുന്നു. ആ വീട്ടിൽ കടന്നിട്ട് പത്രോസിന്റെ അമ്മായിമ്മയുടെ കയ്യിൽ ഈശോ സ്പർശിക്കുന്നു. ഈശോ സ്പർശിച്ച നിമിഷം പനി അവളെ വിട്ടുമാറി. അടുത്ത വചനം നമ്മൾ കാണുകയാണ്, അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു എന്നാണ്. പ്രിയ കുഞ്ഞെ, രോഗസൗഖ്യം നിനക്ക് കിട്ടുമ്പം, കർത്താവ് നിനക്ക് വിടുതൽ നൽകുമ്പോൾ, കർത്താവിന്റെ വചനം ഒന്ന് നിന്നെ സ്പർശിച്ച് നീ സൗഖ്യം പ്രാപിച്ച് നീ ധനവാനായി തീരുമ്പം, നിന്റെ കടബാധകൾ മാറുമ്പോൾ, നിന്റെ കെട്ടുകൾ പൊട്ടുമ്പം, നിനക്ക് സൗഖ്യം പ്രാപിക്കുമ്പോൾ പത്രോസിന്റെ അമ്മായിമ്മ ചെയ്തതിന് നമ്മളും ചെയ്യണം. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. എന്റെ പ്രിയ കുഞ്ഞെ, ഓരോ രോഗസൗഖ്യവും, ഓരോ വിടുതലും, ഓരോ ബന്ധന വിടുതലും, ഓരോ കടബാധകളും തകർച്ചകളും എല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ച് വിമോചിപ്പിച്ച് കൊണ്ടുവരുന്നത്, രോഗസൗഖ്യം നൽകുന്നത് ഇനിയുള്ള കാലം, ഇനി എന്റെ ശിഷ്ടജീവിതം എന്റെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്റെ കർത്താവേ, നിന്റെ അടുത്ത് ഏതെല്ലാം രോഗികളെ കൊണ്ടുവന്നോ അവരെ എല്ലാം നീ സുഖമാക്കി. തളർവാദ രോഗിയെ കട്ടിലിൽ കിടത്തി കെട്ടിടത്തിന്റെ മേൽക്കൂര പൊളിച്ചു കൊണ്ടുവന്ന് നമുക്കറിയാം. അവനോടും ഈശോ പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ കിടക്കയെടുത്ത് പോവുക എന്ന്. ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന എല്ലാ രോഗികളും സൗഖ്യമാക്കപ്പെട്ടു. ആരെല്ലാം ഈശോയിൽ വിശ്വസിച്ചോ പ്രിയപ്പെട്ടവരെ, അവരെല്ലാം സൗഖ്യമാക്കപ്പെട്ടു. നമുക്കറിയാം ദൈവമനുഷ്യന്റെ സ്നേഹിതയിൽ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ കാണുന്നു, ഈശോയുടെ മരണശേഷം, ഉദ്ധാനത്തിനൊക്കെ ശേഷം നമുക്കറിയാം വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയും യോഹന്നാൻ സ്ലീഹായും കൂടെ ഇടയ്ക്ക് കെദ്രോൻ തോട് കടന്ന് ഇങ്ങനെ ഗാവൽത്താലേക്ക് ഈശോയെ ക്രൂശിച്ച സ്ഥലത്തേക്ക് പോകും. ആ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു സംഭവമാണ് വിവരിച്ചിരിക്കുക ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ. അവിടെ കുറെ കുഷ്ഠരോഗികൾ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ട്. അവർക്ക് ഭിക്ഷ കൊടുക്കുന്ന സമയത്ത് അമ്മ മാതാവ് വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹയോട് പറയുന്നുണ്ട്, എന്റെ കുഞ്ഞെ, നോക്കൂ, ഈ ഭിക്ഷക്കാരെല്ലാം, ഈ ഭിക്ഷ യാചിക്കുന്ന കുഷ്ഠരോഗികൾ, ഈശോ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അനേക 1000 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ ഇവര് കർത്താവിനെ വിശ്വസിച്ചില്ല. അവൻ സൗഖ്യം നൽകുന്ന കർത്താവാണെന്നും അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ടും ഈശോയെ വിശ്വസിക്കാതെ മറുതലിച്ച് ഹൃദയമടച്ച അവിശ്വാസികളാണ് ഈ രോഗം സൗഖ്യമാവാതിരിക്കുന്ന കുഷ്ഠരോഗികൾ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അപ്പാ, നീ സത്യമായും ജീവിക്കുന്ന ദൈവമാണ്. നീ സത്യമായും ഞങ്ങളുടെ സൃഷ്ടാവാണ്. നീയല്ലാതെ വേറൊരു ദൈവമില്ല. നീയല്ലാതെ വേറൊരു രക്ഷകനില്ല. നീയല്ലാതെ മറ്റൊരു ആശ്രയമില്ല. നിന്റെ വചനം സത്യമാണ്. എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമാണ്. യോഹന്നാൻ 17:17 ഈശോ പറഞ്ഞു, അബ്ബാ പിതാവേ, ഇവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണം, എന്നാൽ അങ്ങയുടെ വചനമാണ് സത്യം. കർത്താവേ, വചനം, അതല്ലേ
പ്രഭാഷകന്റെ പുസ്തകം 42:15 നമ്മൾ വായിക്കുന്നത്, ദൈവം തന്റെ വചനത്താൽ സകല പ്രവൃത്തികളും ദൈവം തന്റെ സകല പ്രവൃത്തികളും വചനത്താൽ നിർവഹിക്കുന്നു എന്ന് പ്രഭാഷകന്റെ പുസ്തകം 42:15 നമ്മൾ വായിക്കുന്നു. ആകയാൽ അബ്ബാ പിതാവേ, നിന്റെ വചനത്തെ വിശ്വസിക്കാൻ, അങ്ങയെ വിശ്വസിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവകുഞ്ഞാടായ വചനമാകുന്ന ഈശോയെ വിശ്വസിക്കാൻ, സകലതയും നവീകരിക്കുന്ന, സകലത്തെയും പുതുക്കി പണിയുന്ന, ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ഈശോയെ വിശ്വസിക്കാനുള്ള വലിയ കൃപ നൽകണമേ. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 അതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ 28 മുതലുള്ള തിരുവചനങ്ങൾ പിശാച് ബാധനെ സുഖപ്പെടുന്ന ഈശോയാണ് നമ്മൾ കാണുക. യേശു മറുകരെ ഗിർദായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ച് പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമയം എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ വന്നിരിക്കുകയാണോ? ഹല്ലേലൂയ. നോക്കൂ, സത്യമായും ഈശോയെ തിരിച്ചറിയുകയും ഈശോയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മനുഷ്യരല്ല, പിശാചുക്കളാണ്. പിശാച് ബാധിച്ചിരുന്ന മനുഷ്യരാണ് ഈശോ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുന്നത്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാനും നീയും ജീവിതത്തിന്റെ അറിവും ലോകം നൽകിയ അറിവിലും നമ്മൾ ദൈവത്തെ മറന്ന് ദൈവത്തെ അംഗീകരിക്കുക ഒരു പോരായ്മയായി കഴുകി പലപ്പോഴും ജീവിച്ചു കൂടിയവരാണ്. എന്നാൽ പിശാച് ബാധിതരായ മനുഷ്യർ വിളിച്ചു പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. മനുഷ്യനെ സത്യത്തിൽ ഈശോ ദൈവമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് പഠിപ്പിച്ചത് ഈ പിശാച് ബാധിതരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിൽ അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാന്തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു. പന്നി മേയ്ക്കുന്നവർ ഭയന്നോടി പട്ടണത്തിലെത്തി. എല്ലാ കാര്യങ്ങളും പിശാച് ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിതത്തിന്റെ അതിർത്തി, നമ്മുടെ ഭവനത്തിന്റെ അതിർത്തി, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ അതിർത്തിയിൽ നിന്ന് ഈശോയെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പുറത്താക്കുന്നവരാണ് മനുഷ്യര്. ഈശോയെ വേണം രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം, ഈശോയെ വേണം കടബാധ്യത മാറാൻ വേണ്ടി മാത്രം, ഈശോയെ വേണം മറ്റ് ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, മറ്റൊരു കാര്യങ്ങൾക്കും ഈശോ വേണ്ട. ഈശോ ആഗ്രഹിക്കുന്നത് എപ്പോഴും കൂടെ ആയിരിക്കാനാണ്. എപ്പോഴും 24/7 നമ്മുടെ കൂടെ ആയിരിക്കാൻ, കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. 1 കൊരിന്തോസ് 3:16-17 ദൈവത്തിന്റെ ആലയമായി ആക്കി മാറ്റി, ദൈവങ്ങളാക്കി മാറ്റി എപ്പോഴും കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. എന്നാൽ മനുഷ്യരായ നമ്മളോ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഈശോയെ കൂട്ടുപിടിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞത്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നീ യേശുവിൽ പ്രത്യാശ വെക്കുന്നതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെയേക്കാൾ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണെന്ന്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നീ കർത്താവിൽ പ്രത്യാശ വെക്കുന്നതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെയേക്കാൾ നമ്മൾ നിർഭാഗ്യവാന്മാരാണെന്ന് ജീവന്റെ വചനം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈശോയിൽ എനിക്ക് IELTS പാസ്സാകണം, എനിക്ക് അമേരിക്കയ്ക്ക് വിസ കിട്ടണം, അമേരിക്കയിൽ പോയി സെറ്റിൽ ആകണം, മക്കളുടെ വിവാഹം നടക്കണം, വലിയ വീട് വെക്കണം, കടബാധ്യത മാറണം, അതിനുവേണ്ടി ഞാൻ ധ്യാനം കൂടുന്നു, അതിനുവേണ്ടി ഞാൻ ഈശോയുടെ കൂടെ കൂടുന്നു. എല്ലാവരും പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ പോയി, അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ പോയി കുടി കഴിഞ്ഞാൽ ഈ കെട്ടഴിയും. ഇത് കെട്ടഴിക്കാൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? നീ നിന്റെ കെട്ടഴിക്കാൻ നിന്റെ കെട്ട്, എന്റെ ചെങ്ങല കർത്താവ് അഴിച്ചാൽ ഇനിയുള്ള കാലം, നമ്മൾ വായിച്ചതുപോലെ പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ജീവിതകാലം അത്രയും ഈശോയുടെ കൂടെ ആയിരിക്കാൻ, ഈശോയുടെ ഒപ്പമായിരിക്കാൻ വേണ്ടിയാണോ നീ കർത്താവിന്റെ കൂടെ വരുന്നത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയാണ് നമ്മൾ കാണുക. ഇന്നത്തെ ദിവസം മുഴുവൻ ഈ മണിക്കൂറിൽ നമ്മൾ സൗഖ്യം നൽകുന്ന കർത്താവിനെ കാണുന്നു. എന്റെ പ്രിയ കുഞ്ഞെ, ജീവന്റെ ഈ വചനം നിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ, നിന്റെ രോഗബാധിതമായ ശരീരഭാഗത്ത് നിന്റെ കരം വെക്കുക. ഈശോയുടെ ആണിപ്പൊഴുതുള്ള കരം നിന്നെ സ്പർശിക്കട്ടെ. നിന്റെ രോഗബാധിതമായ സ്ഥലങ്ങളിൽ നിന്റെ കരം വെക്കുക. നിന്റെ വലതുകരം നിന്റെ രോഗബാധിതമായ സ്ഥലത്ത് വെക്കുക. വലതുകരം വെക്കാൻ കഴിയില്ലെങ്കിൽ ഇടതുകരം വെക്കുക. ഈശോയെ, നിന്റെ ആണിപ്പൊഴുതുള്ള കരം ഇപ്പോൾ എന്നെ സ്പർശിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ ഈ വചനം കടന്നു വരുമ്പോൾ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാവരും വിടുതൽ പ്രാപിക്കുന്നവരാകട്ടെ. ഈശോ നമുക്ക് സൗഖ്യം നൽകട്ടെ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. യേശു
തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുത്ത് ആരെല്ലാം വരുന്നോ, അനുതാപമുള്ള ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ ആരെല്ലാം ഈശോയുടെ അടുത്ത് വരുന്നോ, ഈശോ ഇത് പറയും, എന്റെ കുഞ്ഞെ, ധൈര്യമായിരിക്കെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യം എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈശോ പറഞ്ഞു തളർവാദ രോഗിയോട്, അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യം എടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പാ പിതാവേ, അങ്ങയുടെ ആജ്ഞയുടെ ശബ്ദം, ജ്ഞാനം 18:16, കർത്താവെ, അങ്ങയുടെ ആജ്ഞയുടെ ശബ്ദം കർത്താവെ കടന്നുവന്ന് ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഞങ്ങളുടെ തളർവാദ രോഗം വിട്ടുമാറിപ്പോകട്ടെ, ഞങ്ങളുടെ കൈകാലുകൾ ശക്തി പ്രാപിക്കട്ടെ, ഞങ്ങളുടെ കാൽമുട്ടുകൾ ശക്തി പ്രാപിക്കട്ടെ, ഞങ്ങളുടെ ഉയർത്താൻ പറ്റാത്ത കരങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. കർത്താവെ, നിലച്ചിരിക്കുന്ന തകർന്ന് ഞങ്ങളുടെ ഹൃദയഭിത്തികൾക്ക് ശക്തി ഉണ്ടാവട്ടെ, ഞങ്ങളുടെ മസിലുകൾ ശക്തിപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ ആന്തരികങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഞങ്ങളുടെ തലച്ചോറിന് സൗഖ്യം ഉണ്ടാകട്ടെ, മനസ്സിന്റെ രോഗാവസ്ഥകൾ യേശുവിന്റെ വചനത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തചംക്രമണം സൗഖ്യം പ്രാപിക്കട്ടെ. വെരിക്കോസ് വെയിന്റെ വലിയ അസ്വസ്ഥത യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. കൈകാൽ മുട്ടുകൾ ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾവി തിരിച്ചു ലഭിക്കട്ടെ, കേൾവി ശക്തി തിരിച്ചു ലഭിക്കട്ടെ, കാഴ്ച തിരിച്ചു ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ തൈറോയിഡിന്റെ രോഗം യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. കർത്താവേ, ഗർഭാശയത്തിലെ വലിയ മുഴകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എബ്രായർ 4:12 സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും 18 മുതലുള്ള തിരുവചനങ്ങളില് രക്തസ്രാവക്കാരിയെയും ജായറസിന്റെ മകളെയും സൗഖ്യമാക്കുന്ന ഈശോയെ നമുക്ക് കാണാം. അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൃതരെ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന കർത്താവ്, പാപത്തിൽ മരിച്ചവരെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന കർത്താവ്, ശരീരത്തിൽ മരിച്ചവന് ജീവൻ കൊടുക്കുന്ന കർത്താവ്. കർത്താവെ, ഞങ്ങളുടെ തകർന്ന മനസ്സുകളിലേക്ക്, തളർന്ന ജീവിതത്തിലേക്ക്, കർത്താവെ, മൃതരായിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് കർത്താവെ, നിന്റെ ജീവന്റെ വചനം കടന്നു വരണമേ എന്ന് ഞങ്ങൾ താണു വീണ് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശു ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. പ്രിയപ്പെട്ടവരെ, ഇത് മർക്കോസ് സുവിശേഷത്തിലും ലൂക്കാസ് സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രക്തസ്രാവക്കാരിയുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, രക്തസ്രാവക്കാരിക്ക് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ നമുക്കറിയാം ഏറ്റവും അയിത്തമുള്ളതാണ്, അശുദ്ധയാണ്. അവൾക്ക് ഒരിക്കലും ജനസമൂഹത്തിലോ ജനകൂട്ടായ്മയിലോ വരാൻ പറ്റത്തില്ല. നോക്കൂ, ഈശോ എപ്പോഴും ജനസഹസ്രങ്ങൾ ഇങ്ങനെ അനന്ദിച്ചുകൊണ്ട് പോവുകയാണ്. അവൾ എപ്പോഴും ഒളിച്ചും പാത്തും എല്ലാം, കാരണം ജനങ്ങളുടെ മുമ്പേ വരാൻ പറ്റത്തില്ല. കാരണം രക്തസ്രാവമാണ്. അനേക വർഷങ്ങളായിട്ട് അവൾ ചികിത്സയിലാണ്. ഈ രോഗിണിയായ സ്ത്രീ, നമ്മൾ ഈ അവസ്ഥ നിങ്ങൾ ഒന്ന് ഭാവനയിൽ വിചിന്തനം ചെയ്തേ. അവൾക്ക് ഒരിക്കലും ജനസമൂഹത്തിൽ വരാൻ കഴിയത്തില്ല. പുരുഷന്മാരുടെ ഇടയ്ക്കോ പബ്ലിക്കായിട്ടോ പ്രത്യക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൾ അശുദ്ധയാണ്. ഇവള് ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളുടെ പുറകിലൂടെ വന്ന് നോക്കൂ. അപ്പൊ അവളെ അറിയാവുന്നവരുണ്ട്. അവളെ തെറി പറയുന്നുണ്ടാവും, അസഭ്യം പറയുന്നുണ്ടാവും, പുലഭ്യം പറയുന്നുണ്ടാവും. അവള് ഈ ജനക്കൂട്ടത്തിന്റെ പുറകിൽ കൂടെ വന്നിട്ടാണ്, അവളുടെ ഉള്ളിൽ ഒരൊറ്റ വിശ്വാസമുണ്ട്, എന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ അഞ്ചലത്തിൽ, വസ്ത്രത്തിന്റെ അറ്റത്തിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. എനിക്ക് മറ്റൊന്നും വേണ്ട. ഈശോനോട് മിണ്ടേണ്ട ആവശ്യമില്ല, ഈശോയെ കാണണ്ട, ഈശോ എന്നെ നേരിട്ട് തൊടേണ്ട ആവശ്യമില്ല. ഈശോ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അറ്റത്തിലൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന്
ഈ വിശുദ്ധയായ സ്ത്രീ, ഈ രോഗിണിയായ സ്ത്രീ, അവൾ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഈശോയെ ചുറ്റുപറ്റി ജനസഹസ്രങ്ങള് മുട്ടി നടക്കുകയാണല്ലോ. ഒരു സൂചി ഇടാൻ പോലും സ്ഥലമില്ലാതെ അത്രമാത്രം ജനത്തിരക്കിനിടയ്ക്കൂടെയാണ് ഈ സ്ത്രീ പുറകിലൂടെ വന്ന് ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടുന്നത്. ഈശോ തിരിഞ്ഞു എന്ന് ചോദിക്കുന്നു. നമ്മൾ മർക്കോസ് സുവിശേഷത്തിലും ലൂക്കാസ് സുവിശേഷത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഈശോ തിരിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജനങ്ങൾ പറയുന്നുണ്ട്, ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവേ നീ എന്തായി പറയുക, ആരാ തൊട്ടതെന്നോ? ജനം മുഴുവൻ അങ്ങേ ഇടിച്ചു കുത്തി ഇങ്ങനെ ഒരു മുട്ടുസൂചി ഇടാൻ പോലും സ്ഥലമില്ലാതിരിക്കുമ്പം ആരാണ് അങ്ങേ തൊട്ടതെന്ന് അങ്ങ് ചോദിക്കുന്നത് എന്ത് വിട്ടി ചോദ്യമാണിത്? ഈശോ പറഞ്ഞു, അല്ല, ഒരാളെന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ വചനമാണിത്, വലിയ വചന ഭാഗമാണിത്. ഈശോ പറഞ്ഞു, ജനസഹസ്രങ്ങൾ ഈശോയെ തൊട്ടും കുരുമി യാത്ര ചെയ്യുമ്പോൾ ഈശോ പറയുകയാണ്, എന്നാൽ സത്യത്തിൽ ഇതാ എന്നെ ഒരാൾ തൊട്ടിരിക്കുന്നു. കാരണം ഈശോയെ തൊട്ട മാത്രയിൽ ഈശോയിൽ ശക്തി പുറപ്പെട്ടു. വിശ്വാസത്തോടെ തൊട്ടു. അതാണ്, ജനസഹസ്രങ്ങൾ കൂടെ ഉണ്ടായിട്ടും വിശ്വാസത്തോടെ തൊട്ട ഒരാൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ തൊട്ടു. അവള് പറഞ്ഞു, എന്റെ കർത്താവേ, ഞാനാണ് അങ്ങേ തൊട്ടത്. അനേക വർഷമായി ഞാൻ രക്തസ്രാവക്കാരി സ്ത്രീയായിരുന്നു. എന്റെ രക്തസ്രാവം നിലച്ചു. ഈശോ പറഞ്ഞു, എന്നിൽ ശക്തി പുറപ്പെട്ടു, നീ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമ്മളൊരു കാര്യം ആലോചിക്കണം. സത്യമായിട്ടും ഈ ജനസഹസ്രങ്ങളുടെ ഇടയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ചേർന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഒരു സ്ത്രീ വന്ന് തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. സത്യമായും ഹൃദയത്തിൽ നിന്ന് ഈശോ ആ സ്ത്രീക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ലേ? സത്യമല്ലേ അത്? ആയിരക്കണക്കിന് അവിശ്വാസികളായ ജനങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പം ഒരു പാപിനി, അല്ലെ ഒരു രോഗിണിയായ സ്ത്രീ വന്നിട്ട് കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. ഈശോ ഹൃദയം നിറഞ്ഞ് ആ സ്ത്രീക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്റെ മകളെ, നീ സത്യത്തിൽ, ഇതാണ് വിശ്വാസം, എന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ നീ സൗഖ്യം പ്രാപിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു. നിനക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ബാക്കി എല്ലാവരും ഫരിസേയരും ഫരിസേയ ചിന്താഗതിക്കാരുമാണ്. അടയാളങ്ങൾ കാണാനും അത്ഭുതങ്ങൾ കാണാനും ഈശോയെ പരീക്ഷിക്കാനും നടന്നവരാണ്. ഈശോയെ പരീക്ഷിക്കാൻ നടന്നവരാണ്. എന്നാൽ സത്യമായി ഈശോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നും അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്നും ആ സ്ത്രീ വിശ്വസിച്ചിരുന്നു. ഈ സ്ത്രീയാണ് പ്രിയപ്പെട്ടവരെ ഈ ജനക്കൂട്ടത്തിന്റെ, ജനസഹസ്രത്തിന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ഇടിച്ചു വകഞ്ഞ് ആരെയും വകവയ്ക്കാതെ കയറി വന്ന് ഈശോയുടെ വസ്ത്രാഞ്ജലി തൊട്ട ഇതേ സ്ത്രീ തന്നെയാണ് വിശുദ്ധയായ വേറോനിക്ക. ഈശോയുടെ തിരുമുഖം തുടച്ച വിശുദ്ധയായ വേറോനിക്ക എന്നാണ് പൂർവികരും ചരിത്രമെല്ലാം പറയുന്നത്. കാരണം അവൾ ആരെയും വകവയ്ക്കുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്റെ രക്തസ്രാവം, തന്റെ മലിനമായ രോഗം, അനേക വർഷങ്ങളായി സുഖമാകാതിരുന്ന തന്റെ രോഗത്തെ സുഖമാക്കിയവൻ, അവൻ സത്യമായും ജീവിക്കുന്ന ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അവൾ അറിഞ്ഞിരുന്നു. അവൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഒന്നും വകവയ്ക്കാതെ, പടയാളികളെ വകവയ്ക്കാതെ, ഈ ജനസഹസ്രത്തെ വകവയ്ക്കാതെ അവള് കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ വന്ന് തൊട്ടതുപോലെ ജനസഹസ്രത്തെ, അല്ലെ പടയാളികളെ വകവയ്ക്കാതെ ഈശോയുടെ തിരുമുഖം തുടയ്ക്കാനായിട്ട് അവൾ മുമ്പിലേക്ക് പോയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ പിതാവേ, നിന്റെ സാന്നിധ്യം, നിന്റെ ഒരു വസ്ത്രത്തിന്റെ സാന്നിധ്യം, നിന്റെ ഒരു സ്പർശനം, നിന്റെ ഒരു വാക്ക് കർത്താവെ, അത് മതി ഞാൻ സൗഖ്യമാകാൻ എന്ന് വിശ്വസിക്കാനുള്ള എളിമ എനിക്ക് നൽകണം കർത്താവെ. കൃപ നൽകണം കർത്താവെ. നിന്റെ വചനത്തിന്റെ ആജ്ഞയുടെ ശബ്ദം കടന്നു വരണം. കർത്താവിന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണല്ലോ കർത്താവെ. ആ ജീവന്റെ വചനം കടന്നു വന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടവൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്ത് കിടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു. ഈശോയെ, രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയെ സൗഖ്യമാക്കിയ കർത്താവേ, ഇതാ ജനസഹസ്രങ്ങളുടെ നടുവിൽ ഏകയായി ഇതാ കർത്താവെ, നിന്റെ വസ്ത്രാഞ്ചലത്തിൽ ഞാൻ തൊടുന്നു, നിന്റെ തിരുവസ്ത്രത്തിൽ ഞാൻ തൊടുന്നു, നിന്റെ തൃക്കൈകളിൽ ഞാൻ സ്പർശിക്കുന്നു. എന്റെ കർത്താവേ, നിന്റെ ആണിപ്പഴുതുള്ള കരം ഇപ്പോൾ എന്റെ ശിരസിൽ നീ വെക്കണം, എന്റെ രോഗബാധിതമായി നിന്റെ ശരീരത്തിൽ വെക്കണം കർത്താവെ. കാരണം ഞാൻ നിന്റെ ആലയമാകുന്നു. 1 കൊരിന്തോസ് 6:15 ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണെന്ന് കർത്താവെ അങ്ങ് പറഞ്ഞുവല്ലോ. ഞാൻ നിന്റെ ശരീരത്തിന്റെ അവയവമാകിയാൽ എന്റെ കർത്താവെ, നിന്റെ മുറിവേറ്റ കരങ്ങളാൽ, നിന്റെ അടിപ്പിണരുകളാൽ നീ എനിക്ക് സൗഖ്യം നൽകണം. യെശയ്യാ 53:5 സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരുകളാൽ,
അവിടുത്തെ ക്ഷതങ്ങളാൽ നീ സൗഖ്യമാക്കപ്പെട്ടു എന്ന ജീവന്റെ വചനം, സൗഖ്യമാക്കപ്പെടുമെന്നല്ല, അവിടുത്തെ ക്ഷതങ്ങളാൽ നീ സൗഖ്യമാക്കപ്പെട്ടു, നാം സൗഖ്യമാക്കപ്പെട്ടു എന്ന ജീവന്റെ വചനം കടന്നു വന്ന് കർത്താവേ, രോഗിയായ എനിക്ക് നീ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും അന്ധർക്ക് കാഴ്ച നൽകുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. എന്റെ പ്രിയ കുഞ്ഞേ, പാപികളായ അശുദ്ധരും അയോഗ്യരുമായ നമ്മൾ ഈശോയോട് കരഞ്ഞപേക്ഷിക്കണം. ഈശോയെ, ദാവീദിന്റെ പുത്ര, ആ അന്ധയാചകരെ പോലെ ഞങ്ങൾ ഇതാ അങ്ങയോട് കരഞ്ഞപേക്ഷിക്കുന്നു, സൗഖ്യം നൽകണം ഈശോയെ. എന്നെ തൊട്ടിട്ടല്ലാതെ അങ്ങ് പോകരുത് കർത്താവെ, എന്നെ സൗഖ്യമാക്കാതെ അങ്ങ് പോകരുത് കർത്താവെ. ഞാൻ മടുത്തു, ഞാൻ തകർന്നു, എന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ എന്റെ ഈശോയെ. കർത്താവെ, ഞാൻ ഒത്തിരി മുറിപ്പെട്ടവനാണ്, ഒത്തിരി മുറിവേറ്റവളാണ് കർത്താവെ. എന്റെ മുറിവേറ്റ ഹൃദയം, മനസ്സ്, ശരീരം, ആത്മാവ് കർത്താവെ നീ കാണുമല്ലോ. കർത്താവെ, നീ എന്നെ തൊടാതെ പോകരുത്, എന്നെ സൗഖ്യമാക്കാതെ പോകരുത് എന്ന് ഈ അന്ധജാതികളെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. ഈ ചോദ്യം ഈശോയെ, പ്രിയ കുഞ്ഞെ, നിന്നോട് ഈശോ ചോദിക്കുകയാണ്. എനിക്ക് നിന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? ഈശോ, എന്റെ എളിയ വിശ്വാസത്തിൽ എന്റെ കുറവുകളിലും പരിമിതികളിൽ നിന്ന് ഞാൻ ഏറ്റുപറയുന്നു ഈശോയെ, നിനക്കെന്നെ സുഖമാക്കാൻ കഴിയും. എന്റെ കർത്താവിന് എന്നെ സുഖമാക്കാൻ കഴിയും. ആകാശത്തെ സൃഷ്ടിച്ചവന്, ഭൂമിയെ സൃഷ്ടിച്ചവന്, തരാഗണങ്ങളെ സൃഷ്ടിച്ചവന്, നിത്യജീവനായവന്, എനിക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവകുഞ്ഞാടായവന്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട് കുരിശിൽ മരിച്ച് കല്ലറുകൾ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് നിത്യമഹിമയിലായിരിക്കുന്ന എന്റെ കർത്താവിന് എന്നെ സൗഖ്യമാക്കാനാകുമെന്ന് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം ഈശോയെ. കർത്താവെ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് നമ്മുടെ കരങ്ങൾ ഉയർത്തി, കണ്ണിന് രോഗബാധയുള്ളവർ, തിമിരം ബാധിച്ചവർ, കണ്ണിന്റെ കാഴ്ച മങ്ങുന്നവർ, കർത്താവെ, ജീവിതത്തിന്റെ കാഴ്ച മങ്ങിയവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ, മനസ്സിന് അസ്വസ്ഥതയുള്ളവർ, ചെവിയുടെ കേൾവി കുറഞ്ഞവർ എല്ലാം യേശുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണു തന്ന നാഥനെ സ്തുതിക്കാൻ നമുക്ക്, കാത് തന്ന നാഥനെ സ്തുതിക്കാൻ നമുക്ക്, നാവ് തന്ന നാഥനെ സ്തുതിക്കാൻ നമുക്ക്, ചിന്തിക്കാനും വിവേചിക്കാനും കഴിവ് തന്നവനെ സ്തുതിക്കാം, പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയവനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ പിതാവേ, ഞങ്ങൾ ആത്മീയമായും ഭൗതികമായും പലപ്പോഴും അന്ധത ബാധിച്ചവരാണ് കർത്താവേ. ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങൾ കാണേണ്ടത് കാണുന്നില്ല ഈശോയെ. ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സ്നേഹിക്കാൻ കഴിയുന്നില്ല. കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും കർത്താവെ അങ്ങേ കേൾക്കാൻ കഴിയുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ കാതുകളെ അങ്ങ് തുറക്കണം. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾക്ക് അങ്ങ് കാഴ്ച നൽകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഊമനെ സുഖമാക്കുന്ന ഭാഗം. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷയിൽ എത്രയോ അനേകായിരം തവണ ഇത്തരത്തിലുള്ള തിന്മകൾ, അന്ധകാര ശക്തികളും അശുദ്ധാത്മാക്കളും തിന്മയുടെ സ്വാധീനങ്ങളും ബാധിച്ചിരുന്നവർ സൗഖ്യമാക്കുന്നു. ഹോളി ഫെയർ അനോയിന്റിംഗ് മിനിസ്ട്രിക്ക് ദൈവം തന്നിരിക്കുന്ന ഉന്നതമായ കൃപ, അപ്പസ്തോലിക കൃപ, എല്ലാ തിന്മകളെയും അഴിച്ചു കളയാനും എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കാനും വിടുതൽ നൽകാനും യേശുനാമത്തിൽ, യേശു എന്ന ഒരേ ഒരു നാമത്തിൽ, അത്ഭുത നാമത്തിൽ, ഏക സത്യനാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള വലിയ കൃപയോർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ തോമസ് സാറ്
എന്നെ തൊട്ടിട്ടല്ലാതെ കർത്താവെ അങ്ങ് പോകരുതേ എന്നുള്ള ഗാനം ആലപിക്കും. എന്റെ കർത്താവെ, എന്നെ തൊട്ടിട്ടല്ലാതെ അങ്ങ് പോകരുത് ഈശോയെ, എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല ഈശോയെ, അങ്ങ് എന്നെ തൊടണം ഈശോയെ, അങ്ങനെ തൊടണം, തൊട്ടിട്ടല്ലാതെ അങ്ങ് പോകരുത്. എനിക്ക് ആശ്രയിക്കാൻ മറ്റൊരു വഴിയില്ല കർത്താവെ, എനിക്ക് പോകാൻ വേറൊരു വഴിയില്ല. എന്റെ ഈശോയെ, എന്നെ അങ്ങ് തൊട്ടിട്ടേ പോകാവുള്ളൂ കർത്താവെ. ഇന്ന് ഈ പരിശുദ്ധ ദിവസം, ഈ സാബത്ത് ദിവസം അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച്, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് കർത്താവെ അങ്ങനെ സൗഖ്യമാക്കണം. ആരെല്ലാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം കർത്താവ് കാലങ്ങൾക്കും ദൂരങ്ങൾക്കും അതീനാണല്ലോ പ്രിയപ്പെട്ടവരെ. അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം, നമ്മളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടി എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ, നമ്മളൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഈശോ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോയോട് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ പറയാം, എന്റെ ഈശോയെ, എന്നെ തൊട്ടിട്ടല്ലാതെ എന്റെ കർത്താവെ അങ്ങ് പോകരുതേ എന്ന് പറഞ്ഞ് നമുക്ക് കരഞ്ഞപേക്ഷിക്കാം. അപ്പൊ പിതാവേ, ഞങ്ങൾ കേട്ട ഈ പരിശുദ്ധ വചനങ്ങളുടെ വലിയ അഭിഷേകവും നിറവും ഞങ്ങൾക്ക് നൽകണം ഈശോ. നിന്റെ ജീവന്റെ വചനം ഞങ്ങളിലേക്ക് കടന്നു വന്ന് കർത്താവെ ഞങ്ങൾക്ക് സൗഖ്യം നൽകണം. നീ ഞങ്ങളെ വിടുവിക്കാൻ മതിയായവനാണ് കർത്താവെ. ഇന്ന് ആരെല്ലാം അങ്ങയുടെ ജീവന്റെ വചനം സത്യവിശ്വാസത്തോടെ കേൾക്കുന്നു കർത്താവെ, അവരുടെ എല്ലാ ജീവിതത്തെ അങ്ങ് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോമസാർ നമുക്ക് വേണ്ടി പാട്ട് പാടും. വഴിയും എനിക്കില്ലല്ലോ, എന്നെ ഏറ്റെടുക്കാതെ പോകല്ലേ, എന്നെ ആശ്വസിപ്പിക്കാതെ പോകല്ലേ, എന്നെ ഏറ്റെടുക്കാതെ പോകല്ലേ, എന്നെ ആശ്വസിപ്പിക്കാതെ പോകല്ലേ, എന്നെ തൊട്ടിട്ടല്ലാതെ പോകല്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, അവിടുത്തെ പരിശുദ്ധ പുത്രനായ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങേ സ്നേഹിക്കുന്നു 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 എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവ അവിടുത്തെ പരിശുദ്ധ പുത്രന്റെ തിരുരക്തത്താൽ പരിശുദ്ധ അമ്മേ ഞങ്ങളെ കഴുകണം അമ്മേ. ഞങ്ങളെ അമ്മേ ഈശോയുടെ രക്തക്കുളത്തിൽ ഞങ്ങളെ മുക്കിയെടുക്കണം അമ്മേ. ഈശോയുടെ ആ രക്തക്കുളത്തിൽ ഞങ്ങളെ മുക്കിയെടുക്കണം. അത് ഞങ്ങൾ പാപികളാണ്, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പാപക്കറ പുരണ്ടവരാണ് കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങളിതാ രോഗികളായിരിക്കുന്നു. ഞങ്ങളുടെ പൂർവികരും ചെയ്ത പാപങ്ങളും അശുദ്ധിയും മ്ലേച്ഛതയും ശാപങ്ങളും എല്ലാം കൊണ്ട് കർത്താവെ ഞങ്ങളിതാ മുറിപ്പെട്ടിരിക്കുന്നു കർത്താവെ. സൗഖ്യമാക്കണം. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കർത്താവെ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നന്മയും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പ്രത്യാശ പോലും ഇല്ലാത്ത രീതിയിൽ ജീവിതം പലപ്പോഴും കൈവിട്ടു പോകുന്ന പോലെ തോന്നുന്നല്ല ഈശോയെ. കർത്താവെ, നീയാണ് ഞങ്ങളുടെ പ്രത്യാശ, നീയാണ് ഞങ്ങളുടെ സമാധാനം, നീയാണ് ഞങ്ങളുടെ രക്ഷ. ആകയാൽ അവിടുത്തെ പരിശുദ്ധപുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങ് സ്വന്തമായി നൽകാം. അങ്ങ് സ്വന്തമായി നൽകിയ പരിശുദ്ധ അമ്മ ഞങ്ങളെ ഈശോയുടെ തിരുരക്തത്തിൽ കഴുകി ആ തിരുരക്ത കുളത്തിൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ. ബെന്നി നമുക്ക് ആ പാട്ടൊന്ന് പാടാം. ബെന്നി നമുക്ക് അമ്മ മാതാവിനോട് പാടാം. അമ്മേ, നിന്റെ പുത്രന്റെ തിരുരക്ത കുളത്തിൽ ഞങ്ങളെ ഒന്ന് കഴുകിയെടുക്കണമേ. അമ്മേ, ഞങ്ങൾക്ക് ഒരാശ്രയമില്ലമ്മേ. ഞങ്ങൾ എത്ര പാപികളാണ്, അശുദ്ധരാണ്, മനസ്സും ശരീരവും എല്ലാം വ്രണതമാണ് കർത്താവെ. അതുകൊണ്ട് അമ്മ മാതാവേ, അമ്മയുടെ തിരുക്കുമാരന്റെ ആ തിരുരക്ത കുളത്തിൽ ഞങ്ങളെ കഴുകിയെടുക്കണമേ. പിന്നെ നമുക്കൊന്ന് പാടാം, ആ പാട്ടൊന്ന് പാടാം. പിന്നെ
സ്നേഹമേലകിയ അമ്മേ എന്നെ പുതപ്പിക്കണേ നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ പുതപ്പിക്കണേ എന്നെ കുളിപ്പിക്കണേ പുതപ്പിക്കണേ എന്നെ കുളിപ്പിക്കണേ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ പുതപ്പിക്കണേ എന്നെ കുളിപ്പിക്കണേ പുതപ്പിക്കണേ എന്നെ കുളിപ്പിക്കണേ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ കുരിശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. Praise the Lord. Hallelujah, 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 hallelujah. അപ്പാ പിതാവേ, 1 കൊരിന്തോസ് 3:16-17 വചനത്തിന്റെ വലിയ അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. 1 കൊരിന്തോസ് 6:15 വചനത്തിന്റെ വലിയ അഭിഷേകത്താലും കൃപയാലും ഞങ്ങളെ നിറയ്ക്കണമേ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ആകയാൽ അബ്ബാ പിതാവേ, ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധപുത്രന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആലയമായിരിക്കേണ്ട, നിന്റെ ആലയമായ ഞങ്ങളുടെ ഈ കളിമൺ കൂടാരത്തെ, ഈ ശരീരത്തെ ഈശോയെ ഏറ്റവും വിശുദ്ധിയില് മാന്യതയിൽ കാത്തു സൂക്ഷിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഈശോയുടെ രക്താൽ കഴുകി വെണ്മയുള്ളതാക്കണമേ. നിന്റെ ആലയത്തിൽ ഒരു അശുദ്ധിയും ഒരു രോഗവും പാടില്ല കർത്താവേ. അതുകൊണ്ട് നിന്റെ തിരക്തം ഞങ്ങളിലേക്ക് ഒഴുകി കർത്താവേ, ഞങ്ങളുടെ രോഗമെല്ലാം നീങ്ങിപ്പോകട്ടെ കർത്താവേ. വെളിപാട് 19:13 ആ വചനമാകുന്ന മേലങ്കി, തിരക്തമാകുന്ന വചനം മേലങ്കിയാൽ ഈശോ ഞങ്ങളെ അങ്ങ് പുതപ്പിക്കണം ഈശോയെ. കർത്താവേ, നിന്റെ തിരക്തത്താൽ ഞങ്ങൾ കഴുകപ്പെട്ടാൽ ഞങ്ങൾ വെണ്മയുള്ളവരാകും. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ വെണ്മയുള്ളവരാകുകയുള്ളൂ കർത്താവേ. ആ തിരക്തത്താൽ ഞങ്ങളെ കഴുകി പുതപ്പിക്കണേ ഈശോയെ, വെണ്മയുള്ളതാക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന ഭാഗം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോയാണ്. സത്യത്തിൽ എന്താണ് ദേവാലയം? ഇവിടെ നമ്മൾ കാണുന്ന ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോയാണ്. എന്നാൽ സത്യത്തിൽ എന്താണ് ദേവാലയം? നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം, ദൈവാലയം. ആ ദൈവാലയം ശുദ്ധീകരിച്ച ഈശോയെ, ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ച ഈശോയെ, നമ്മളാകുന്ന ദേവാലയങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈശോയെ ക്ഷണിക്കാം. അങ്ങനെ ഈശോയെ ക്ഷണിച്ച് കർത്താവെ, എന്നില് നിന്റെ ആലയത്തിന്, നിന്റെ പിതാവിന് ഹിതമല്ലാത്തതൊന്നും എന്റെ ഈ ആലയത്തിൽ ഉണ്ടാവാതിരിക്കാൻ. അതുകൊണ്ടാണ് ഈശോ മത്തായി സുവിശേഷം 15:13 പറഞ്ഞു, എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത എല്ലാ കളകളും പിഴുതുമാറ്റപ്പെടുമെന്ന്. കർത്താവെ, അങ്ങയുടേതല്ലാത്ത എല്ലാ കളകളും, എല്ലാ രോഗവും അശുദ്ധിയും എല്ലാം അങ്ങ് പിഴുതു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു,
വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നു എന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. കള്ളക്കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും അങ്ങനെ ദേവാലയത്തിൽ ക്രയവിക്രയങ്ങൾ ചെയ്തിട്ടിരുന്നവരെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയം, സത്യമായും ദൈവം വസിക്കുന്ന നമ്മുടെ ആലയം, ഈ ആലയത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം അവിടുത്തെ പരിശുദ്ധന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് കടന്നു വന്ന് എല്ലാത്തിനും അടിച്ചു പുറത്താക്കണമേ. അങ്ങ് ഈ ആലയത്തെ വെണ്മയുള്ളതാക്കണം. എന്നിട്ട് കർത്താവെ, യോഹന്നാൻ 14:23 പറഞ്ഞതുപോലെ ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഈശോയെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അശുദ്ധനും പാവിയുമായ എന്നിലെ എല്ലാ മാലിന്യവും അശുദ്ധിയും അന്ധകാരവും ഇരുട്ടും വെറുപ്പും വിദ്വേഷവും കോപവും നൈരസ്യവും എല്ലാം എടുത്തു മാറ്റി കർത്താവെ, എന്നെ അങ്ങ് കഴുകി ഈ ആലയത്തെ അടിച്ചു വൃത്തിയാക്കണമേ. അങ്ങനിൽ വന്ന് വാസമുറപ്പിക്കണം കർത്താവെ. എനിക്കത് മതി കർത്താവെ. നീ എന്നിൽ വാസമാക്കണം. നീ എന്റെ രാജാവായിരിക്കണം. നീ എന്റെ സർവവുമായിരിക്കണം. നീ എന്റെ സ്നേഹമായിരിക്കണം. നീ എന്റെ ആനന്ദമായിരിക്കണം. നീ എന്റെ സമാധാനമായിരിക്കണം. നീ എന്റെ പ്രത്യാശയായിരിക്കണം. നീ എന്റെ അസ്തിത്വം മുഴുവനായിരിക്കണം കർത്താവെ. അങ്ങ് മതി കർത്താവെ. അങ്ങനിൽ നിറയണമേ ഈശോയെ, അങ്ങനിൽ നിറയണമേ. അങ്ങനെ ഗലാത്യ ലേഖനം 2:20 പോലെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇനിമേൽ ഞാനല്ല, എന്റെ ഈശോയാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ എന്റെ കർത്താവിനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, എന്റെ ഈശോയാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറയാനുള്ള വലിയ കൃപ അഭിഷേകം നൽകണമേ കർത്താവേ. ഈ പരിശുദ്ധ മണിക്കൂറിൽ അങ്ങ് നൽകിയ എല്ലാ പരിശുദ്ധ വചനങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പാ. രോഗികളെ സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള ഞങ്ങളുടെ സ്വന്തം അപ്പാടെ ഞങ്ങളുടെ സൃഷ്ടാവിന്റെ വചനം ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങളാൽ അപ്പാ ഞങ്ങളെ സൗഖ്യമാക്കണം. ഞങ്ങൾക്ക് വിടുതൽ നൽകണം. ഞങ്ങൾക്ക് വലിയ ആശ്വാസം നൽകണം കർത്താവേ. ഇന്ന് തന്ന എല്ലാ സൗഖ്യത്തിനും രോഗവിടുതലുകൾക്കും എല്ലാ ആശ്വാസത്തിനും എല്ലാ പ്രത്യാശയ്ക്കും ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ. അവിടുത്തെ പരിശുദ്ധനായ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ അമ്മയോടും സകല വിസ്തരോടും മാലാഖമാരോടും സ്വർഗീയവൃന്ദങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലൂക്ക 17:10 അപ്രകാരം തന്നെ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസരാണ്, കടമ നിർവഹിച്ചുള്ള വചനത്തിൽ എല്ലാ മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുന്നു. വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഫിലിപ്പി 2:10-11 വചനം. ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.